മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അഭിമന്യുവിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അയാളുടെ ശരി അതാണ്. ഇത്രയും കാലം ഒരു കുറവും അറിയിക്കാതെ വളർത്തിയ അനിയത്തിയുടെ സ്നേഹം പങ്കുവെച്ചു പോകുമെന്ന പേടി, അതും അയാൾ ശത്രുവായി കാണുന്ന കൃഷ്ണന് തരുന്ന സ്നേഹം. അതൊന്നുമല്ല സത്യമെന്ന് എനിക്കറിയാം സാർ. എന്നോട് പറയാൻ മടിച്ച് സാറ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷമവും എനിക്കറിയാം. ഞാനിവിടെ നിൽക്കുന്നതാണ് അഭിമന്യുവിന്റെയും അമൃതയുടെയും കല്യാണത്തിന് തടസ്സമായി നിൽക്കുന്നത്. അല്ലേ സാർ? ഇതാര് പറഞ്ഞു? ഒന്നും ഒളിക്കണ്ട സാർ. ഇന്നലെ രാത്രി ഉണ്ടായ സംസാരമെല്ലാം ഞാൻ കേട്ടു. എന്റെ പേര് പറഞ്ഞ് അഭിമന്യു പിണങ്ങിപ്പോകുന്നതും അമൃത അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. പക്ഷേ കൃഷ്ണ, വേണ്ട, എന്നെ ആശ്വസിപ്പിക്കാനായി എന്തെങ്കിലുമൊക്കെ പറയണ്ട. എനിക്കെല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജോലി വേണ്ടെന്ന് വയ്ക്കണമെന്ന് അശ്വതി പറഞ്ഞതും ഇതേ കാരണം കൊണ്ടായിരുന്നു. അച്ഛൻ ഹോട്ടൽ ജോലി ചെയ്യുന്നത് നാണക്കേടാണെന്ന് അവൾ പറഞ്ഞതും കള്ളമായിരുന്നു. സാർ, ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള 2 പേരാ അഭിമന്യുവും അമൃതയും. അവരുടെ കല്യാണം ഞാൻ കാരണം മുടങ്ങുക എന്ന് പറഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. കൃഷ്ണന് പ്രയാസമാവല്ലോ എന്ന് കരുതിയ ഞാനൊന്നും പറയാതിരുന്നത്. വിഷമിക്കേണ്ട, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പോകണം. ഞാൻ പോകാം സാർ, ഞാൻ പോകാം. നിങ്ങളെയൊക്കെ പിരിയുന്നതിൽ പ്രയാസമുണ്ട്. പക്ഷേ അഭിമന്യും അമൃതയും ഒന്നിക്കൊന്ന് ഓർക്കുമ്പോ കുന്നോളം സന്തോഷവും. കൃഷ്ണന് പകരം എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. ഞങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചാൽ പെട്ടെന്ന് നടക്കും. അമൃതയുടെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം കല്യാണം മുടങ്ങുമെന്നറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ കൂടെ നിർത്തിയില്ലേ. പുണ്യം ചെയ്ത ജന്മമാ അവളുടേത്. ഞാനെല്ലാം അറിഞ്ഞ കാര്യം സാർ അവളോട് പറയരുത്. പാവത്തിന് സങ്കടാവും. പകരം ജോലി കിട്ടിയെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ന്യായമുണ്ടാക്കിയോ ഞാനങ്ങ് പൊയ്ക്കോളാം. എടോ, താൻ പോകുന്നത് ഇവിടെ നിന്ന് മാത്രമല്ലേ, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാൻ പറ്റൂ. പിന്നെ എവിടെ പോയാലും കൃഷ്ണന് തോന്നുമ്പോ ഇവിടെ കയറി വരാലോ. അമൃതയുടെയും അഭിമന്യുവിന്റെയും കല്യാണം കഴിഞ്ഞ് 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ അഭിമന്യുവിന്റെ വാശിയൊക്കെ മാറും. അമൃത വിചാരിച്ച അത് മാറ്റിയെടുക്കാനാണോ പാട്? പിന്നെ 2 പേരും കൂടി താൻ എവിടെയാണെങ്കിലും വന്ന് വിളിക്കും. താൻ തിരികെ തന്റെ വീട്ടിലെത്തോടൂ. ഇനി കൃഷ്ണൻ ഇവിടെ വരുന്നത് അവരുടെ 2 പേരുടെയും കൂടെ ആയിരിക്കും. എടോ, അതെനിക്ക് ഉറപ്പാടോ. മോഹങ്ങളാണല്ലോ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാനിപ്പോ ജീവിക്കുന്നത് ഒരേ ഒരു മോഹത്തിന്റെ പേരില. അഭിമന്യു സ്നേഹപൂർവം എന്നെ അച്ഛാന്ന് വിളിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി. അതിനു മുമ്പ് ഈശ്വരൻ എന്നെ അങ്ങ് തിരിച്ചു വിളിക്കാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ വിളിച്ച പരലോകത്തും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. കൃഷ്ണേട്ടാ, ഇതെന്താ പരിപാടി? ഒന്നുമില്ല മോളെ, ഈ ക്യാമറ കംപ്ലൈന്റ് ആയിട്ടേ കുറെ നാളായി. അതൊന്ന് നന്നാക്കായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് CCTV ക്യാമറ ഇല്ലാതെ സ്ഥാപനം നടത്തുന്നത് ഭയങ്കര റിസ്കാ. കൃഷ്ണേട്ട ഇതൊക്കെ അറിയാവോ? എന്ത് പണി എനിക്കറിയാം. ക്യാമറ മാത്രമല്ല, ഫ്രിഡ്ജും AC യും വണ്ടിയും ഒക്കെ ഞാൻ നന്നാക്കും.
ജയിലിൽ പോകുന്നതിന് മുമ്പ് ചെയ്യാത്ത പണിയൊന്നുമില്ല. ഇനി ആയാലും ഇങ്ങനെ എന്തെങ്കിലും തൊഴിൽ ചെയ്തല്ലേ പറ്റൂ. ഇവിടുന്ന് ഇറങ്ങിയിട്ടും ജീവിക്കണ്ടേ? ഇവിടെ നിന്ന് ഇറങ്ങാനോ? എല്ലാ കാലവും ഇവിടെ കഴിയാൻ പറ്റുമോ മോളെ? കുറച്ചുകൂടെ കഴിയുമ്പോൾ വയസ്സാവും. ഇപ്പൊ ചെയ്യുന്ന ജോലിയൊന്നും ചെയ്യാൻ അപ്പൊ പറ്റിയെന്ന് വരില്ല. അപ്പോ ഞാനിവിടെ ഒരു അധികപ്പറ്റാവും. അത് വേണ്ട. കൃഷ്ണേട്ടാ, എന്തോ മനസ്സ് വെച്ച് സംസാരിക്കുന്ന പോലുണ്ട്. എന്താ സംഭവം? ഒന്നുമില്ല മോളെ, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. ഇതിപ്പോ എന്റെ കാര്യം മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാ. പ്രായമായ അച്ഛനമ്മമാരെ മക്കൾ ഉപേക്ഷിക്കുന്നു. അപ്പൊ പിന്നെ എന്നെ പോലെ ഒരാളുടെ കാര്യം പറയണോ? ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? അങ്ങനെയൊന്നുമില്ല മോളെ. ജീവിതകാലം മുഴുവൻ അലച്ചിലല്ലായിരുന്നോ? ആ സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? കല്യാണത്തിന് മുമ്പേ തുടങ്ങിയ ഊരു ചുറ്റല. അന്നത് മാറ്റാൻ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. 2 കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ സ്വഭാവം തലപൊക്കി. ഭാര്യയും കുട്ടികളെ ഉപേക്ഷിച്ച് വീണ്ടും ഊരു ചുറ്റൽ. അക്കാലത്ത് ചെയ്യാത്ത ജോലിയൊന്നുമില്ല. ചുമടെടുക്കൽ മുതൽ ഗുണ്ടാപ്പണി വരെ. പിന്നെ 10-12 കൊല്ലം ജയിലിൽ. ജയിലിൽ വെച്ചാ ക്യാമറ നന്നാക്കാനൊക്കെ പഠിച്ചത്. അതിനുശേഷം കുറച്ചു നാളായിട്ട് ഇവിടെ. എന്റെ സ്വഭാവം വീണ്ടും പഴയതായി തുടങ്ങി. എനിക്ക് പോണം, പഴയ പോലെ നാടോടിയായിട്ട്. അതിന് കൃഷ്ണേട്ടനെ ഞാൻ വിട്ടാലല്ലേ? ഇവിടുന്ന് പോകുന്നെങ്കിൽ അതിനൊരു കാരണം വേണം. പോയാലും നല്ലൊരു വരുമാന മാർഗം വേണം. സുഖമായി ജീവിക്കാൻ പറ്റണം. അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് വന്നു കഴിയുമ്പോ ഞാൻ പറയും. അതുവരെ എങ്ങും പോകുന്നില്ല. പക്ഷെ മോളെ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഇനി കൃഷ്ണേട്ടനും കൂടി എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ആലോചിക്കുന്നേ? ഒന്നുമില്ലച്ചാ. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. എന്തോ ഉണ്ടെന്ന് നിന്റെ ഈ മുഖം കണ്ടറിയാം. ഒരു പ്രശ്നമില്ലെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയില്ല. എന്താ പ്രശ്നം? കൃഷ്ണന്റെ കാര്യം ഓർത്താണോ? മോളെ, അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ? ഞാൻ എനിക്ക് പരിചയമുള്ള 1-2 പേരോടൊക്കെ കൃഷ്ണന്റെ ജോലിക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. അത് ശരിയാവൂന്നേ. കൃഷ്ണേട്ടൻ എന്തോ സൂചനയുള്ളതുപോലെ തോന്നുന്നു. എന്നോട് പതിവില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു. എന്നായാലും ഇവിടുന്ന് പോകേണ്ടതല്ലേ, ഉടനെ പോണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കാണിക്കുന്നത് നന്ദിയേടല്ലേ ചാ? നമുക്കൊരാവശ്യം വന്നപ്പോഴൊക്കെ സഹായിക്കാൻ മുന്നിൽ നിന്നൊരാളാ കൃഷ്ണേട്ടൻ. ഇപ്പോ നമുക്കൊരു അസൗകര്യം വന്നപ്പോ പറഞ്ഞുവിടാൻ പറ്റുമോ? മോളെ, നമ്മൾ പറഞ്ഞു വിടുകയല്ലോ. കൃഷ്ണൻ ഇവിടെ നിന്ന് മാറിയെന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നു. അതോടെ അഭിമന്യൊരു പിണക്കം മാറും. നിങ്ങളുടെ കല്യാണം നടക്കും. ഇതിലിപ്പോ ആർക്കും ഒരു ദോഷവും വരാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഇതാലോചിച്ചിട്ട് മോളുടെ ഉറക്കം കളയാൻ നിൽക്കണ്ട. പോയി ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരില്ലച്ചാ. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ത് പ്രശ്നം? അത് അംബികമാമി. അംബികമായി? ഞാനിവിടെ ഈ ആശുപത്രിയിൽ കിടക്കുക. ട്രീറ്റ്മെന്റിനാണെങ്കിൽ ഒരുപാട് കാശാവും. അത് എന്റെ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നീ മുടക്കണം. എന്റെ ആശുപത്രി ചെലവ് മുഴുവൻ നീ കൊടുക്കണം. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അതൊന്നും എന്റെ പ്രശ്നമല്ല. പൈസ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം നിനക്ക്. ഇപ്പൊ തിരിച്ചാണ് സംഭവിച്ചതെങ്കിലോ? ഉദാഹരണത്തിന്, ഞാൻ നിന്റെ അനിയത്തിയെ തള്ളി താഴെ ഇട്ടു. അപ്പൊ ആശുപത്രി ചെലവ് ഞാൻ കൊടുക്കേണ്ടി വരില്ലായിരുന്നോ? അല്ല, അതിന് അവള് മാമിയെ തള്ളിയിട്ടില്ലല്ലോ.
സാക്ഷികളുണ്ട്, ദിവ്യപ്രഭയും സുമേഷും. അഖില ഞാൻ വളർത്തിയ കുട്ടിയാ. അവൾ എന്തൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. ദേ, തർക്കിക്കാനുള്ള നേരല്ല അമൃതേ. നീ ഒരു തീരുമാനം പറ. എന്റെ ആശുപത്രി ചെലവ് നീ കൊടുക്കോ ഇല്ലയോ? നാളെ ഡിസ്ചാർജ്. ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ തുകയും കെട്ടണം. അനക്ക അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഇതുവരെ അഡ്വാൻസ് ഒന്നും ചോദിക്കാത്തത്. ഇതൊക്കെ ഏത് നാട്ടിലെ ന്യായ? അംബിക വീണ് തല പൊട്ടിയെങ്കിൽ ആശുപത്രി ചെലവ് അവർ കൊടുക്കണം. അതെന്തിനാ നീ കൊടുക്കുന്നേ? മാമിയുടെ സ്വഭാവം അച്ഛൻ അറിയാലോ. കാര്യം കാണാൻ എന്ത് വൃത്തിയേടും കാണിക്കും. അഖിലെ ഭയപ്പെടുത്തി കാശ് വാങ്ങിക്കാനുള്ള പരിപാടിയാ. എന്ത് ചെയ്യാം, നമ്മുടെ ഗതികേട്. ബില്ലടയ്ക്കാൻ പറ്റില്ലെന്ന് മോള് തീർത്തങ്ങ് പറഞ്ഞേക്കണം. അത് പ്രശ്നം അച്ഛാ. അമ്പയ മാമി എന്തേലും പ്രശ്നം ഉണ്ടാക്കും. അത് മാമി ഉണ്ടാക്കിയില്ലെങ്കിലും ആ ദിവ്യപ്രഭ കുഴപ്പമുണ്ടാക്കുന്നുള്ളത് ഉറപ്പാ. നമ്മളെ ആരും ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ അഖില പാവം പേടിക്കും. ഇപ്പൊ തന്നെ നന്നായി പേടിച്ചിട്ടുണ്ട് പാവം. ഇനി അവളെ വിഷമിപ്പിക്കാൻ പാടില്ല. നമുക്ക് കാശിനേക്കാൾ പ്രധാനമല്ലേ അവളുടെ സന്തോഷം. ശരി, എത്ര രൂപയാ ബില്ല്? 82,000 രൂപ. 82,000 രൂപയോ? തല പൊട്ടി 4 സ്റ്റിച്ചിട്ടേനോ? മാമി ആരാ കക്ഷി? പൈസ നമ്മളെ കൊണ്ട് അടുപ്പിക്കാന്ന് വിചാരിച്ച് ചെയ്യാവുന്ന സകല ടെസ്റ്റുകളും ചെയ്തു. ഒരാവശ്യമില്ലാത്ത ടെസ്റ്റുകളാ കൂടുതൽ. കഷ്ടം. എന്തൊരു ജന്മമാണോ അത്? ഇങ്ങനെയുണ്ടോ മനുഷ്യൻ ആർത്തി? പെട്ടുപോയില്ലേ അച്ഛാ. തൽക്കാലം ഈ പൈസ കൊണ്ട് പ്രശ്നം തീരുന്നെങ്കിൽ തീരട്ടെ. 40,000 രൂപ എൻ്റെ കാണും. ബാക്കി കൂടി നാളെ ഉച്ചയ്ക്ക് മുമ്പ് സംഘടിപ്പിക്കണം. ശരി, മോളിനി പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ പെൻഷൻ എമൗണ്ട് മുഴുവൻ ബാങ്കിൽ വന്നിട്ടുണ്ട്, ഞാൻ തരാം. പക്ഷെ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും ഏൽക്കരുത്. നിന്റെ പണം നിനക്കും നിന്റെ അനിയത്തിമാർക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാ, അല്ലാതെ അമ്പയ്ക്ക് ആശുപത്രിയിൽ സുഖവാസം നടത്താനുള്ളതല്ല. ഒരുമാതിരി ബില്ല് പേ ചെയ്തിട്ടുണ്ട്. 82,160 രൂപ. അത്രേ ആയോളോ? 1 ലക്ഷമെങ്കിലും തികയ്ക്കണമെന്ന് കരുതിയിരുന്നതാ. കഷ്ടായിപ്പോയി. ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അഖില എവിടെ? അവളോട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞതാ. ഇപ്പൊ വരാന്നും പറഞ്ഞ് എവിടെ പോയി? ചേച്ചി ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? വാ ഇങ്ങോട്ട് വരാൻ. വന്നേ. ഹോസ്പിറ്റലിലെ ബില്ലടച്ച ചേച്ചിയാണോ? ഞാനോ? ഞാനെന്തിനാ ബില്ലടയ്ക്കുന്നേ? അതൊക്കെ മാമനായിരിക്കും അടച്ചത്.
ഞാനത് വഴി വന്നപ്പോ ഒരു ബില്ല് തന്നു. അത് വാങ്ങിക്കൊണ്ടുവന്ന് മാമിയെ ഏൽപ്പിച്ചു. അത്രേ ഉള്ളൂ. ചേച്ചി എന്നോട് കള്ളം പറയരുത്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? ഞാൻ അമ്മാവനെ വിളിച്ച് ചോദിച്ചു. അമ്മാവൻ പറയുന്നത് സുമേഷ് ചേട്ടനാ ബില്ലടയ്ക്കുന്നതെന്നാ. ആണോ? അപ്പൊ പിന്നെ സുമേഷ് ഏട്ടനായിരിക്കും അടച്ചത്. ചേച്ചി എന്തിനാ പിന്നെയും ഇങ്ങനെ കള്ളം പറയുന്നത്? സുമേഷ് ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. ബില്ലടയ്ക്കാമെന്ന് ഏറ്റത് അമൃതേച്ചിയാണെന്ന് പറഞ്ഞു. എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചിയോടാ ചോദിച്ചത്. അമ്മായി വീണ് തല പൊട്ടിയതിന് എന്തിനാ ചേച്ചി ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്തതെന്ന്. ബില്ലടയ്ക്കണമെന്ന് ആരാ ചേച്ചിയോട് പറഞ്ഞേ? അമ്മായിയോ അതോ ദിവ്യപ്രഭയോ? അത് രണ്ടുപേരും. എന്തിന്? ബില്ലടച്ചില്ലെങ്കിൽ അഖിലയാണ് മാമിയെ തള്ളിയിട്ടതെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. വെറുതെ ഒരു പ്രശ്നത്തിന് തുടക്കമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ. ചേച്ചി എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ പേടിക്കുന്ന എന്തിനാ? അമ്മായി ഹോസ്പിറ്റലിലായിട്ട് ദിവസം എത്രയായി? ഇതുവരെ അവരിവിടെ പറഞ്ഞത് വീണതാന്ന. ഇനിയിപ്പൊ തള്ളിയിട്ടതാണെന്ന് അവര് പറഞ്ഞ ആരാ വിശ്വസിക്കുക? ഇനി കേസ് കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ഒരു കള്ളപ്പരാതി പറയുമ്പോഴത്തേക്കും അഖില അങ്ങ് തൂക്കിക്കൊല്ലുവോ? മോളെ തൂക്കിക്കൊല്ലില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ നിനക്കറിയാവോ? അതിലും ഭേദം തൂക്കിക്കൊല്ലുന്നതാണെന്ന് തോന്നും. നിനക്കതറിയില്ല മോളെ, പക്ഷേ എനിക്കതറിയാം. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അഖിലയ്ക്ക് അത് താങ്ങാനുള്ള ധൈര്യമില്ല. എൻ്റെ കുട്ടി തകർന്നു പോവും. അതുണ്ടാവാതിരിക്കാനാ ആ പണം ഞാൻ കൊടുത്തത്. നല്ല ന്യായം. പക്ഷേ ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ ആദ്യത്തെ ഭീഷണി ഏറ്റ സ്ഥിതിക്ക് അവരിനിയും അത് ആവർത്തിക്കും. ഇതിനേക്കാൾ വലിയ കേസുകൾ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോഴൊക്കെ അവര് ചോദിക്കുന്ന പണം ചേച്ചി കൊടുക്കേണ്ടി വരില്ലേ? ഞാൻ അങ്ങനൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണമായിരുന്നു. അഖിലെ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിട്ടതുകൊണ്ട് നമ്മൾ ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് ആലോചിക്കണമായിരുന്നു. അഖിലയുടെയും ആകാശേട്ടന്റെ ഒരു കാര്യമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. അമ്മായിയുടെ ദിവ്യപ്രഭയുടെ ആവശ്യങ്ങള് നമ്മൾ എന്തിനും നടത്തി കൊടുക്കുന്നേ? കള്ളപ്രമാണം ഉണ്ടാക്കി പഞ്ചരത്നം തട്ടിയെടുക്കാൻ ശ്രമിച്ചവളാ ദിവ്യപ്രഭ. അതേ ദിവ്യപ്രഭയുടെ ഭീഷണിക്ക് വഴങ്ങി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ചെലവാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഭീഷണിക്ക് വഴങ്ങി ചേച്ചി പഞ്ചരത്നം തന്നെ എഴുതി കൊടുക്കുമല്ലോ. മോളെ നീ ഇങ്ങനൊക്കെ പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം ഞാൻ? ചേച്ചിയുടെ ഈ ത്യാഗ മനോഭാവം കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ? ഞങ്ങൾ അനിയത്തിമാർക്ക് വേണ്ടിയോ? ചേച്ചി ഒന്ന് ഓർത്തോ, അനിയത്തിമാരുടെ നന്മയെ കരുതിയെന്ന് ചേച്ചി പറയുന്ന ഈ ത്യാഗം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് മാത്രല്ല, നമുക്കുള്ളതൊക്കെ നശിക്കാനും പോവാ. പണവും സമ്പത്തും പഞ്ചരത്നവും. അവസാനം നമ്മുടെയൊക്കെ അഭിമാനം പോലും. ഞാൻ കാലി പിടിച്ച് പറയാം, ഇങ്ങനെ തോറ്റു കൊടുക്കാൻ നിന്ന അതിനെ സമയം ഉണ്ടാവും. ഇന്നും തോറ്റു കൊടുത്തിട്ട് പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ ജീവിക്കുന്നത്? പോയി ചത്തുകളയുന്നല്ലേ നല്ലത്. ഇനിയൊന്നും പറയരുത്. ചേച്ചിക്ക് ഇതിൽ കൂടുതൽ സഹിക്കാനാവില്ല. അഖിലെ ഓർത്ത് ചെയ്തു പോയതാ. തെറ്റായി പോയെങ്കിൽ മോള് ക്ഷമിക്ക്. ഇനി നിങ്ങളോട് ചോദിക്കാതെ ചേച്ചി ഒന്നും ചെയ്യൂല. ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കും മോളെ. ചേച്ചി വാ, എനിക്ക് അമ്മായിയോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ? പറയേണ്ടത് പറയേണ്ട നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അത് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. എന്റെ പൊന്നഖിലേ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോ സൂക്ഷിക്കണം. ദേ, ഞാൻ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയ ഡ്രസ്സുകളാ. നീ ഇത്തരം സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നിന്റെ ചേച്ചിയെ എന്തും മര്യാദക്കാരിയാണെന്ന് കണ്ടോ?
രൂപ 82,000 ആ ബില്ലടച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രം. അവള് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുന്നത് നീ കണ്ടോ? അംബികയോട് കളിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് അവൾ അറിയും. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.